ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ 20-ാം ദിവസം. ഇന്നത്തേക്ക് സഫയായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ നോമ്പ് ധ്യാനത്തിൻ്റെ ചിന്താവിഷയം പങ്കിടലിൻ്റെ നോമ്പനുഭവം. മത്തായിയുടെ സുവിശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ കർത്താവിൻ്റെ പർവ്വത പ്രസംഗങ്ങളാണ്. ഈ വേദഭാഗത്തെ സംബന്ധിച്ച് വെല്ലുവിളി നിറഞ്ഞതും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടതുമായ ഒരു ഭാഗത്തേക്ക് നാം ആഴ്ന്നിറങ്ങുന്നു. പരമ്പരാഗത ധാരണകളെ മറികടന്ന് നമ്മുടെ ശത്രുക്കളിലേക്ക് പോലും വ്യാപിക്കുന്ന ഒരു സ്നേഹം സ്വീകരിക്കുവാൻ യേശു തൻ്റെ പഠിപ്പിക്കലുകളിൽ നമ്മെ ഓരോരുത്തരെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഈ വേദഭാഗത്തിൽ കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് പരിചിതമായ തത്വം പരാമർശിച്ചുകൊണ്ടാണ് യേശു ആരംഭിക്കുന്നത്. പഴയ നിയമത്തിൽ പരാമർശിച്ച ഈ നിയമത്വം ചില ചിന്തകൾ പരിമിതപ്പെടുത്തുവാനും നീതി ഉറപ്പാക്കുവാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ്. എന്നിരുന്നാലും യേശു അത് വെറുതെ തള്ളിക്കളയുന്നില്ല. അവൻ അതിനെ മറികടന്നുകൊണ്ട് ചില കൽപ്പനകൾ വാഗ്ദാനം ചെയ്യുന്നു. 1. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. 2. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. അപ്പോസ്തല പ്രവർത്തികൾ 10-ാം അധ്യായം 34-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നതിനെ അവൻ അംഗീകരിക്കുന്നു എന്ന് ഞാൻ ഇപ്പോഴും യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണിൽ എല്ലാവരും ഒന്നു തന്നെ. അതാണ് ഈ വേദഭാഗത്ത് അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. നാം ഓരോരുത്തരുടെയും ജീവിത സ്വഭാവത്തിൽ യേശു കർത്താവ് എങ്ങനെയായിരുന്നോ അപ്രകാരം നാം ആയിരിക്കണം എന്നുള്ളത് കർത്താവിടെ ആഗ്രഹിക്കുന്നു. ഇന്ന് ധ്യാനിക്കുന്ന ഈ വേദഭാഗത്തിൽ നിന്നും നമ്മുടെ സ്വന്തം പക്ഷപാതങ്ങളെയും മുൻവിധികളെയും നേരിടുവാൻ ഇത് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ബന്ധങ്ങളും ചുറ്റുപാടുകളും അതിനോടനുബന്ധിച്ച് നമ്മുടെ ലോകത്തെയും മാറ്റുവാൻ കഴിയുന്ന തരത്തിലുള്ള സ്നേഹത്തിലുള്ള ആഹ്വാനമാണിത്. ദൈവകൃപ കൊണ്ട് ഈ വചനങ്ങളെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിച്ചുകൊണ്ട് മുന്നേറാം. ഇത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിൻ്റെ വിത്തുകൾ പാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനപ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.